ഇവിടെ ശ്രീ കെ പി അനിൽകുമാർ, താങ്കൾ ഈ സംസാരിക്കുന്ന നേരം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന്, ന്യൂസ് ഡെസ്കിൽ നിന്ന് ചാണ്ടി ഉമ്മൻ MLA ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഫോൺ എടുത്തു. നേരത്തെ സാലി പറഞ്ഞത് ഇന്നലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടം മുതൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഏതോ ആശുപത്രി കേസൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന അറിവ്. ഇതാ ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഫോൺ എടുത്തു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു അംഗീകാരത്തെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ആ നിലയിൽ അഭിഭാഷകനായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ പാനലിൽ ഉൾപ്പെടുത്തുന്നതിനെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ആ പാനലിൽ ഉൾപ്പെട്ടതിനെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്നാണ്. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതിനെ നിങ്ങൾ ഇത്രമേൽ മോശമായി ചിത്രീകരിക്കുന്നു, അതുകൊണ്ടൊന്നും നിങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. അത് സ്വീകാര്യമാണോ താങ്കളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ? PSC UPSC ഒന്നും അല്ലല്ലോ ഇത് പാനൽ രൂപീകരിച്ചത്. BJPയുടെ ദേശീയ നേതൃത്വമല്ലേ, BJPയിലെ നിയമമന്ത്രാലയമല്ലേ. അവർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ സർവകലാശാലയിലേക്ക്, സെനറ്റിലേക്ക് അംഗങ്ങളെ വെക്കുമ്പോൾ ഇവിടുത്തെ ഗവർണറെ വെച്ചത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം കോൺഗ്രസുകാർക്ക് പണ്ടേ ഉള്ളതാണ്. ആ ഒരു സ്വഭാവം കൊണ്ട് വില പോവില്ല എന്ന് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നതാണ്. കാരണം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണോ എല്ലാവരും വക്കീലന്മാരെ വെക്കുന്നത്? അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ആ വാദമുഖം തെറ്റാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്താ പറയാ, ഏതായാലും വീണിനിപ്പോ അങ്ങോട്ട് ഉരുളാം എന്നുള്ള നിലപാടാണ് ഇതിനകത്തൂടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ആർ ശങ്കറിൻ്റെ മകൻ BJPയിൽ, കെ കരുണാകരൻ്റെ മകൾ BJPയിൽ, AK ആന്റണിയുടെ മകൻ BJPയിൽ, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, അതും അദ്ദേഹം കോൺഗ്രസ് MLA ആയി നിയമസഭയിൽ ഇരിക്കുന്നയാളാണ്. അദ്ദേഹം വളരെ പരസ്യമായി തന്നെ മോദി സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ നിലപാടും നയവും അംഗീകരിക്കുന്ന ഒരു അഭിഭാഷകനായി കോടതിയിൽ ആ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനാണ് എന്ന നില കൂടി വരുമ്പോൾ എന്താണ് കോൺഗ്രസിലെ ഒരു പുതിയ തലമുറയ്ക്ക് കോൺഗ്രസിനേക്കാൾ പഥ്യം BJP ആണ് എന്നാണോ കൂടുതലായി മനസ്സിലാക്കേണ്ടത് അനിൽകുമാർ? 100% കോൺഗ്രസുകാർക്ക് കോൺഗ്രസിന്റെ നയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പഥ്യം BJPയുടെ നയങ്ങളാണ് എന്ന് ഓരോ ആളുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. മെറിറ്റാണോ കോടതിയിൽ പോകുന്നത്? കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടല്ലേ ഇയാളെ കോടതിയിൽ ഹാജരാകേണ്ടത്? കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും നയങ്ങളും അല്ലേ അവിടെ പറയേണ്ടത്? അതനുസരിച്ച് നിയമോപദേശം നൽകുന്നില്ലേ ഇത് ഇയാളുടെ ജോലി? അപ്പൊ അതെവിടെയാണ് മെറിറ്റ് ആവുന്നത്? ഒരിക്കലും അത് മെറിറ്റ് അല്ല. ഇതെല്ലാം വെറുതെ ആളുകളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തെറ്റിദ്ധരിപ്പിക്കാൻ, ആടിനെ പട്ടിയാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നുള്ളതിനെ കവിഞ്ഞ് ഒരു കാര്യവും ഇതിനകത്തില്ല. വളരെ വ്യക്തമാണ്. BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര. അത് നാളുകളിൽ കൂടുതൽ ആളുകൾ BJPയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കം. ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞിരിക്കുന്നത് പാർട്ടി ഇത് പരിശോധിക്കും എന്നാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് കെ പി അനിൽകുമാറിനോട്, കെ സുധാകരനോ VD സതീശനോ രാഷ്ട്രീയമോ ധാർമ്മികമോ ആയി ചാണ്ടി ഉമ്മനെ തിരുത്തിക്കാൻ കഴിയുമോ? ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ മണ്ഡലത്തിന് സ്വീകാര്യമാകും വിധം ഒരു നിലപാട് പറയാനാകുമോ? സത്യത്തിൽ ഇതുപോലൊരു സംഭവം വന്നപ്പോ ചാണ്ടി ഉമ്മൻ ചെയ്യേണ്ടത് എന്താ? ഞാൻ ആ സ്ഥാനത്തേക്കില്ല, ഇനി മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വാദിക്കാമെങ്കിലും പറയേണ്ട എന്താ? BJP ഗവൺമെന്റിന് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ എനിക്ക് താല്പര്യമില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട്, കോൺഗ്രസിന്റെ നയങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ഞാനത് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയണം. ഇനി അതല്ല എങ്കിൽ ഇതിന്റെ നേതൃത്വം, സുധാകരനും സതീശനും അടങ്ങുന്ന നേതൃത്വം, അവർ പറയേണ്ടത് എന്താ? കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചൊരു MLA ആണ്. അയാൾ കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരാകാനുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് തിരുത്താനുള്ള തന്റെയും ആർജവും സതീശനോ സുധാകരനോ ഉണ്ടാകണം. ഇത് രണ്ടും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പല്ലേ, ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ. അപ്പൊ കൂടുതൽ ആളുകളെ, ഞാൻ പണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിനകത്തുനിന്ന് BJPയിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയായി കേരളത്തിലെ കോൺഗ്രസ് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KP, അതിനിടയിലാണ് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് ദില്ലിയിൽ നിന്ന് എഴുതിയത്, കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഇപ്പോൾ MP ആണ്, അത് തിരുവനന്തപുരത്താണോ കോഴിക്കോടാണോ മറ്റേതെങ്കിലും മണ്ഡലത്തിലാണോ അത് കാസർഗോഡാണോ ഒന്നും അറിഞ്ഞുകൂടാ, അങ്ങനെ അങ്ങോട്ട് സമീപിച്ചു എന്നാണ് ദേശീയതലത്തിൽ വാർത്ത വരുന്നത്. അതിനെക്കുറിച്ചും ഇതുവരെ അത് നിഷേധിച്ചുകൊണ്ടൊരു പാർട്ടി പ്രതികരണം ഇതുവരെ വന്നിട്ടുമില്ല. KP, ഒരു കോൺഗ്രസിന് ഒരു MLAയും ഒരു MPയും ആകുകയാണല്ലോ ഇപ്പൊ ഇന്നും കൂടി ആകുമ്പോ. അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടാകും, MPമാരും MLAമാരും. അപ്പൊ BJPയെ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഇപ്പൊ KC വേണുഗോപാല് ആലപ്പുഴ മത്സരിച്ച് ജയിച്ചത് രാജസ്ഥാനിൽ BJPക്ക് ഒരു MP ഉണ്ടാകാനും രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ.
പക്ഷേ അത് പറഞ്ഞോളൂ. അപ്പൊ BJPയെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് കോൺഗ്രസിന്റെ നേതൃത്വം കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കിട്ടാവുന്ന ഔദാര്യങ്ങൾ വാങ്ങുക, ആ ഔദാര്യങ്ങൾ സ്വീകരിക്കുക, BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുക, അവരുടെ ആളെ കൂട്ടിക്കൊടുക്കുക എന്ന നിലവിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മാറിയിരിക്കുന്നു.